الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലുടനീളം നന്മകൾ പാലിച്ച് മുന്നോട്ട് പോകണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്താനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അർ-റൂം 22-ാമത്തെ ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചു എന്നത്. വഖ്തിലാഫു അൽസിനതികും വ അൽവാനികും, നിങ്ങളുടെ നിറങ്ങളും നിങ്ങളുടെ ഭാഷകളും അതിലുള്ള വൈവിധ്യങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ, ലോകർക്ക് ഇതിലൊരു വലിയ പാഠങ്ങളുണ്ട്. ഇതാണ് വചനത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. സഹോദരങ്ങളെ, സൂറത്ത് റൂമിന്റെ ഒരു വലിയ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി എടുത്ത് പറഞ്ഞ് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഈ കൂട്ടത്തില് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മനുഷ്യരായ നമ്മളിലെ
നിറവ്യത്യാസങ്ങളും ഭാഷാ വൈവിധ്യങ്ങളും. ആകാശഭൂമികളിലെ സൃഷ്ടിപ്പ് പറഞ്ഞ് മനുഷ്യരായ നമ്മളിൽ വ്യത്യസ്തമായി കാണപ്പെടുന്ന രണ്ട് പ്രധാന അടയാളങ്ങൾ അല്ലാഹു എടുത്തു പറയുകയാണ്. അത് ഏതൊക്കെയാണ്? വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ഒന്ന്, നമ്മുടെ വർണ്ണം, വ്യത്യസ്ത നിറങ്ങൾ. രണ്ട്, നമ്മുടെ ഭാഷാ വൈവിധ്യങ്ങൾ. നിങ്ങൾ നോക്ക്, നമ്മൾ ഇതിലെ ഇനി ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസംബർ 18 ലോക അന്താരാഷ്ട്ര അറബിക് ദിന ആയി UN ആഘോഷിക്കുന്നുണ്ട്. വളരെ കാലങ്ങളായി. അത് ഈ ഭാഷയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിനും ഇതിന്റെ മഹത്വങ്ങൾ ലോകമറിയുന്നതിനും ഇതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. അത് നമ്മൾ അങ്ങനെ ഒന്ന് പഠിക്കുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ വേറെയും കുറേ സംഗതികൾ പഠിക്കാനുണ്ട് എന്നുള്ള നിലക്കാണ് അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഒരാളുടെ ആശയവിനിമയം നമ്മൾ ആലോചിച്ചാൽ ഒരു വലിയ അത്ഭുതമല്ലേ അത്. ഇപ്പൊ മലയാള ഭാഷ നമ്മൾ പറയുമ്പോൾ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നത് എന്തൊക്കെയാ ഇപ്പൊ ഈ പറയണത് എന്ന്. മലയാളികളായ നമ്മളൊരു ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളല്ലാത്ത ഏതെങ്കിലും വേറെ നാട്ടുകാർ കണ്ടാൽ അവർ നോക്കി ചിരിക്കും. കാരണം അങ്ങനെ ഒരു രൂപമാണ് നമ്മുടെ ഭാഷ ഇത്. എന്നാലോ ഇപ്പൊ ചൈനീസ് ആണെങ്കിലും റഷ്യൻ, ജാപ്പാനീസ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടാൽ നമുക്കത് അറിയില്ല. പക്ഷെ ഓരോ വാക്കും കൃത്യമാണ്. ആരോടാണോ സംവദിക്കുന്നത് അവർ കൃത്യമായി അത് ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പടച്ചവൻ എങ്ങനെയാണ് ഈ ഭാഷകൾ ഉണ്ടായിത്തീരുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 7151 ഭാഷയാണ് ലോകത്തുള്ളത് എന്നാണ് കണക്ക്. മൊത്തം പറയാറുള്ളത് 7160ഓളം എന്ന് പറഞ്ഞു വിടാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. 2 ചുണ്ട്, 1 നാവ്, 2 കണ്ണ്. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ എടുത്ത് അള്ളാഹു അങ്ങനെ പറഞ്ഞു തരാണ്. അവയിൽ ഏറ്റവും പ്രധാനമാണ് നാവും 2 ചുണ്ടുകളും. അവിടെ നമ്മുടെ സംസാര ശക്തി എന്ന് പറയുന്നത് ഓരോ വിധത്തിലാണ്. പക്ഷെ എല്ലാ മനുഷ്യരുടെയും സംസാരിക്കാനുള്ള ഘടന നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും 2 ചുണ്ടും നാവും. അതിന്റെ ഘടനയിലും മാറ്റമില്ല. മസ്തിഷ്ക ഘടന ഒന്ന് തന്നെയാണ്. പക്ഷെ ഭൂമിയുടെ വിവിധ മേഖലകളിൽ എല്ലാവരുടെയും ഭാഷകൾ വ്യത്യസ്തമാണ്. എത്ര വരെ ഒരേ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ പട്ടണങ്ങൾ തോറ്, ഗ്രാമങ്ങൾ തോറ് ഒക്കെ അതിലുള്ള ആ സംസാര രീതിയെ വ്യത്യസ്തമാണ്. നമുക്കറിയാലോ, ഇപ്പോ ഞാൻ വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്റെ വർത്തമാനം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് നമ്മളെ ഈ പ്രദേശവാസി അല്ല, അത് വേറെ ഏതൊരാളാണ്. അപ്പൊ ഓരോ ഗ്രാമങ്ങളും ഓരോ പട്ടണങ്ങളും അതിലുള്ള ഓരോ വ്യക്തികളുടെ സ്വരവും ഉച്ചാരണവും സംഭാഷണ ശൈലി വരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇന്ന ഭാഷ പഠിക്കുക, ഇന്ന രൂപത്തിൽ സംസാരിക്കുക, ഇന്നതേ പറയാവൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നതേ പറയാവൂ എന്നൊരു പ്രാധാന്യമൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒന്നുമില്ല. പക്ഷെ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ഭാഷകളെക്കാളും നമുക്കൊരു ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ വേദഗ്രന്ഥത്തിന്റെ ഭാഷ എന്ന നിലയിലാണ്. പ്രവാചകന്മാര് എല്ലാവരും അവരുടെ നാട്ടിലെ അതത് ഭാഷകളിലാണ് സംസാരിച്ചിട്ടുള്ളതും അവർക്ക് വേദങ്ങൾ കിട്ടിയിട്ടുള്ളതും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഭാഷകളിൽ എന്തില്ല? യാതൊരു വിധത്തിലുള്ള സങ്കുചിത്വങ്ങളും ഇല്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടം ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, സജീവമായി നിലനിന്നിരുന്ന ഭാഷകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഗവേഷണാത്മകമായി ചിന്തിക്കാൻ വേണ്ടിയാണ് സൂചനകൾ തരുന്നത്. ഇന്ത്യയിൽ ഇന്ന് ജീവനുള്ള ഭാഷകളിൽ ഉറുദു ഒഴികെ ബാക്കി എല്ലാ ഭാഷകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും എന്തുണ്ട്? നിലവിലുണ്ട്.
ഉറുദു സജീവമാകുന്നത് മുഗളന്മാരുടെ കാലം മുതലാണ്, അല്ലെ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഖുർആൻ ഇറക്കാൻ അറബി ഭാഷ ഉപയോഗിച്ചു? ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പ്രത്യേകതയായി. അള്ളാഹ് എന്തിനാ അത് തെരഞ്ഞെടുത്തത്? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. വാക്ക് ശ്രദ്ധിച്ചു നോക്കണേ. നമ്മൾ ഈ ഖുർആൻ ഇറക്കിയത് ഏതിലാണ്? അറബിയിലാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതേ മറ്റൊരായത്ത് സൂറത്ത് യൂസഫിലെ 2-ാമത്തെ ആയത്താണ്. സൂറത്ത് സുഹ്റുഫിൽ മൂന്നാമത്തെ ഒരു വചനമുണ്ട്. ഇന്നാ ജഅൽനാ ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അതേ വാക്ക. നമ്മൾ അറബിയിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് വെച്ചാൽ അള്ളാഹ് പറയണ എന്തറിയാം? ഇതൊരു ആലോചിക്കേണ്ടുന്ന വിഷയമാണ് എന്നാണ്. അറബിക്ക് സെമിറ്റിക് ഭാഷകളിൽ പെട്ടതാണ്. ഭാഷാ കുടുംബം പരിശോധിച്ചാൽ 2 കുടുംബങ്ങളാണുള്ളത്. ഒന്ന് ആര്യ ഭാഷയുണ്ട്, ഒന്ന് സെമിറ്റിക്കും ഉണ്ട്. ഈ സെമിറ്റിക് ഭാഷകൾ നമുക്ക് ശരിക്കും പഠിച്ചു നമുക്ക് മനസ്സിലാവും. അറബി, ഹിബ്രു, അറാമിക്, സുറിയാനി, കെൽദാനി, അതേപോലെ തന്നെ അശ്വരി, ഇതൊക്കെയാണ് ഏതിൽ വരിക? ഈ സെമിറ്റിക്കിലേക്ക് പോവുക. അതേസമയം ഈ ആര്യൻ ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഇതുപോലെ എങ്ങനെ വരും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ അറബിക്കാണെങ്കിലും അരാമിക്കാണെങ്കിലും ഹിബ്രു ആണെങ്കിലും അതെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഭാഗത്തേക്കാണ്. പക്ഷേ ഈ സെമിറ്റിക് ഭാഷകളിൽ ഇന്ന് ഹയാത്തിലുള്ളത് അറബി മാത്രമേ ഉള്ളൂ. അറബി മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നിരവധി വേദഗ്രന്ഥങ്ങൾ പഠിക്കണം കേട്ടോ. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉപനിഷത്തുകളുണ്ട്, വേദങ്ങളുണ്ട്, പലതും. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ, ക്രിസ്തീയ സഹോദരങ്ങളുടെ ഒക്കെ വേദങ്ങൾ, ആ വേദങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഇറക്കപ്പെട്ട ഭാഷയിൽ ഇന്ന് അവയില്ല. ഖുർആൻ ഒഴികെ ഇപ്പൊ പൗരാണിക സംസ്കൃതം ഇന്ന് ജീവിച്ചിരിപ്പില്ല. സംസ്കൃതം ഇന്ന് ഒരു ഭാഷയായി ഉപയോഗിക്കുന്നില്ല. ചിലയിടങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രം. സജീവമായി ആ ഭാഷ വളരെ ഡെപ്തുള്ളതാണ്, ഒന്നുകൂടി സജീവമായി വരുന്നുണ്ട്. അരാമിക് ഭാഷയിലാണ് ഇഞ്ചീൽ ഇറങ്ങിയിട്ടുള്ളത്, ബൈബിൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ ഭാഷയിൽ ഇന്ന് അതില്ല. ഹിബ്രു ഭാഷയിലാണ് തൗറാത്ത് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒറിജിനൽ ഭാഷയിൽ ഇന്ന് അതില്ല. അതിൻ്റെയൊക്കെ ഭാഷകളുടെ ആധുനിക വൽക്കരണങ്ങളിൽ മാത്രമാണ് അവ നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട അതേ ഭാഷയിലാണ്. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ കലാമാണ്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഇത് നിലനിർത്തും എന്ന് വെച്ചാൽ ഭാഷയും അതേ രൂപത്തിൽ നിലനിൽക്കുക അതിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ മതഭാഷ എത്രത്തോളം നമുക്ക് ബന്ധമുണ്ട്, ഇതുമായി നമുക്കുള്ള ആഴം എത്രയാണ് നമ്മൾ ആലോചിക്കണം. കാരണം ഖുർആൻ ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് വിവർത്തനങ്ങളിലൂടെ അതിന്റെ ആശയഗ്രഹണം സമ്പൂർണ്ണമാവൂല. ഒറിജിനൽ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അതിന്റെ അതേ ടെക്സ്റ്റിലൂടെ തന്നെ കിട്ടണം. മറ്റുള്ള വേദഗ്രന്ഥങ്ങൾക്ക് യഥാർത്ഥ ടെക്സ്റ്റ് ഇല്ല. അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൊണ്ടു, ആ നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ വേറെ വേദങ്ങളാ വായിക്കുന്നതെങ്കിൽ നാട്ടിലെ ഭാഷയിലാണ് അത് വായിക്കുക. ബാക്കി നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. എന്നാൽ നിരവധി ഇന്ന് ലോകത്ത് UN ആചരിക്കുന്ന 6 ഭാഷകളുണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സ്പാനിഷ്, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. 6 എണ്ണം. ചൈനീസ് ഒക്കെ അതിലുണ്ട്. അതിൽ വരുന്നതിൽ ഏറ്റവും പദസമ്പത്തുള്ളത് അറബിയിലാണ്. അറബിയുടെ പദസമ്പത്ത് എത്ര അറിയോ? 12.3 മില്യൺ ഉണ്ട്. അത് മുഴുവൻ പറയല്ല. ആ സ്ഥാനത്ത് ഇംഗ്ലീഷിലുള്ളത് 6 ലക്ഷം വീടുകളാണ്. ഫ്രഞ്ചിലുള്ളത് 1.5 ലക്ഷമാണ്. റഷ്യൻ ഭാഷയിലുള്ളത് 1,30,000 ആ സ്ഥാനത്താണ് 12.3 ലക്ഷം ഏതിലുള്ളത്? ഈ നമ്മുടെ ഭാഷയിലുള്ളത്. ഓരോ ഡിക്ഷണറികൾ പരിശോധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. എങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കെ നമ്മൾക്ക് ഈ ഭാഷയ്ക്ക് എന്താ ബന്ധം? നമ്മൾ ശരിക്കും ചിന്തിക്കണം കേട്ടോ. അപ്പൊ നമ്മൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ അടക്കം നോക്കിയാൽ നമ്മൾക്ക് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും.
മോശമൊന്നുമല്ല, അൽഹംദുലില്ലാ. പുതിയ തലമുറയിൽ നമ്മൾ നാട്ടിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഖുർആനുമായി ബന്ധമുള്ള ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്രയൊക്കെ വൃത്തികേടുകൾ നാട്ടിലുണ്ടെങ്കിലും അങ്ങനെ സമ്പൂർണമായി ആ വൃത്തികേടുകൾ വീണുപോയി എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഉണ്ട്, തലമുറ നശിച്ചു പോകുന്നുണ്ട്, പേടിയുണ്ട് നമുക്ക്. ആ പേടിയാണ് നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നശിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, നിസ്കാരത്തിൽ പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഹജ്ജ്, സക്കാത്ത്, ഉംറ, നോമ്പ്, ഇതൊക്കെ നോക്ക്, ഇതൊക്കെ സജീവമാണ്. എത്ര പൈസ അല്ലെങ്കിലും നമ്മുടെ ആളുകൾ എങ്ങനെങ്കിലും ബുദ്ധിമുട്ടിയിട്ട്, നിങ്ങൾ നാട്ടിലേക്ക് നോക്കൊണ്ടു, നാട്ടും പുറങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ എന്തായാലും എനിക്കൊരു ഉംറ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു 90% ആളുകളും നിസ്കാരവും കാര്യങ്ങളിലൊക്കെ സജീവമാണെങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് ഖുർആൻ നന്നായിട്ട് അറിയും? സ്വയം വിമർശനം നടത്തേണ്ടത്. ഞാൻ നാട്ടുകാരെ പറയാനില്ല. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരിക്കലും നിങ്ങൾ വേറെ ഒരാളെ ചേർത്ത് വായിക്കരുത്. വല്ലാഹി ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നേയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിസ്കാരമുണ്ട്, അൽഹംദുലില്ലാ, എല്ലാം ഉണ്ട്. ഞാൻ അതിലൊന്നും വിമർശനമല്ല പറയേണ്ടത്. 5%-ലധികം ആളുകൾക്ക് ഖുർആൻ കൃത്യമായി അറിയോ എന്ന് ചോദിച്ചാൽ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ടൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കി, പഠിച്ചോനെ, ഒരായുസ് അള്ള ദുനിയാവിൽ എനിക്ക് തന്നിട്ട് ഞാൻ അവനൊരു വേദവും തന്ന് മനോഹരമായ ഭാഷയെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. മനോഹരമായ ഭാഷ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തന്ന് വളരെ സിമ്പിളായി പഠിക്കാൻ ഒരു പ്രയാസമില്ലാത്തൊരു സാധനം തന്നിട്ട് ഞാൻ എവിടെ എത്തിയെന്നൊന്ന് ശാന്തമായി ആലോചിച്ചാൽ എന്തു സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. എപ്പോഴും എന്തു സംഭവിക്കാം, അങ്ങനെ ഒരു ലോകത്താ. അപ്പൊ ഇന്നലെ ഒരു 4 മക്കൾ മരിച്ചു, നിങ്ങൾ കണ്ടില്ലേ? തൊട്ടടുത്ത കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ട് ആ മക്കൾ ഇങ്ങനെ ചിരിച്ചു പോകാം. അതിലൊരു കുട്ടി, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, 20 വർഷക്കാലം ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിലായിരുന്നത്. അവര് ആ മുട്ടായി ഇങ്ങനെ വാങ്ങിച്ച് ഉമ്മാനെ കാത്തു നിൽക്കുമ്പോഴൊക്കെയാണ് ഉമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ മക്കള് ഈ ലോകത്തോട് വിട പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തു സംഭവിക്കാവുന്ന ലോകത്തല്ലേ നമ്മളുള്ളത്. എങ്കിൽ നമുക്ക് സംഭവിച്ചൂടെ? അള്ളാഹു സകല മുസീബത്തുകളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതൊക്കെ പടച്ചും തന്നിട്ട് നമ്മളിപ്പോ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അപ്രധാനമായ പല വിഷയങ്ങളുമാണ് നമ്മൾ എടുക്കുക. നമ്മളൊക്കെ ഡിഗ്രി പഠിച്ചവരാ. ആ പഠനത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് ചെയ്ത് കൊടുക്കണം. അത് കോളേജിലോ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള മാഷന്മാര് നമ്മളെ സ്വാധീനം ചെലുത്തും, നിങ്ങൾ ഇന്ന് എടുക്കണം. അപ്രധാനമായി എടുക്കുന്ന ഭാഷകൾ പോലും, അതിൽ പോലും നമുക്ക് അറബിക്ക് പ്രാധാന്യമുണ്ടോ? നമ്മള് സമൂഹം ഉമ്മത്ത് ആൾപ്പാട് ആശങ്കയില. എന്താണ്? മദ്രസയിൽ പഠിപ്പിക്കാൻ പോലും ആളെ കിട്ടാനില്ല. അറബിയിൽ നിന്ന് നമ്മൾ തന്നെ ഈ രൂപത്തിലാവുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ മക്കൾക്ക് കൃത്യമായി ഖുർആൻ ഓതാൻ അറിയോ? ഇതിനേക്കാളൊക്കെ കഷ്ടപ്പാടും ദുരിതമൊക്കെ നമ്മുടെ വല്യന്മാർക്കും വല്യപ്പാർക്കും ഉണ്ടായില്ലേ? പക്ഷെ വൈകുന്നേരമായാൽ പഠിച്ചു തോന്നട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരപ്പായയിലിരിക്കുന്ന ഒരു വല്യമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ? മഗ്‌രിബാവുമ്പോ പള്ളിയിൽ പോണ വല്യപ്പ ഉണ്ടായിരുന്നില്ലേ? നിർബന്ധമായും ആ സമയത്ത് വീടുകളിൽ പഠിച്ചു തോന്നിയിരുന്ന ഖുർആൻ ഓതുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് എത്തി നമ്മൾ ആലോചിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, മതകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ നിർബന്ധമായും ഉമ്മത്തിൽ ഉണ്ടാകണം. ഖുർആൻ എന്താ പറയുന്നത്? ഒരു പ്രദേശത്ത് നിന്ന് യുദ്ധാഹ്വാനങ്ങളൊക്കെ കൊടുക്കുക. ആ സമയത്താണ് സൂറത്ത് തൗബയിൽ പറയുന്നത്, ഒരു പ്രദേശത്ത് നിന്ന് എല്ലാവരും വിട്ടേച്ചു പോവാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫർഖ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. ദീനിൽ അവഗാഹം നേടുന്നതിനു വേണ്ടി നിങ്ങളിൽ ഒരു വിഭാഗം എപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം. അവരാണ് ഈ ഉമ്മത്തിനെ, ഈ ഖൗമിന് ഇൻദാർ നൽകേണ്ടത്. കാരണം എന്താണ്? ഇൻദാർ കുറയുമ്പോ, ഉപദേശങ്ങൾ കുറഞ്ഞു പോയാൽ മനസ്സ് കടുത്തുപോകും, സ്വാഭാവികമാണ്. ഈ ഉപദേശങ്ങൾ നൽകാൻ ഉമ്മത്തിൽ ആളുകൾ വേണമെന്നുള്ളതാണ്. എങ്കിൽ മതകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ നമ്മിൽ എത്ര പേരുണ്ട്? നമ്മൾ പല മേഖലകളിൽ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരേ തൊഴിലെടുക്കുന്നവരല്ലല്ലോ. പക്ഷെ ഏത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിലും അള്ളാന്റെ ദീനൊന്നല്ലേ, നമുക്ക് ജീവിക്കാനുള്ള വഴിയൊന്നല്ലേ, ഖുർആൻ ഒന്നല്ലേ? അത് പഠിപ്പിച്ചു തരാൻ ഒരു ടീം വേണ്ടേ? നമ്മിൽ എത്ര പേര് അങ്ങനെ ഒരു ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്? നല്ല അറബി അറിയുന്നവർ വേണം, നല്ല അറബി അറിയുന്നവർ വേണം. അങ്ങനെ തന്നെ മനസ്സിലാക്കണം.
നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യാം, ഒരു പ്രശ്നമല്ല. പക്ഷെ എന്ത് വേണമെന്നറിയാം, ആ മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോഴും ഈ ഭാഷ നമ്മൾ ജനിച്ചു വീണപ്പോ ആദ്യം കേട്ട ഭാഷ അല്ലേ? നമ്മൾ ചെവിയിൽ ഏതാദ്യം കേൾപ്പിച്ചെന്ന് ആരാ? അടുത്തുള്ളൊരു കുട്ടിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ട് അല്ലാഹു അക്ബർ അറബി. ഈ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാ? ഈ ലോകത്തുനിന്ന് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ട ഈ വാക്ക് കേട്ടിട്ട് പോകണം തന്നെയല്ലേ ആഗ്രഹം അല്ലെ? അവസാനം കേൾക്കുന്ന വാക്കും ആദ്യം കേട്ട വാക്കും ഒക്കെ അതല്ലേ? അതെന്താ നമുക്കറിയാം. ഖുർആൻ നമ്മളോട് പറഞ്ഞെന്തറിയോ? വലഖദ് ലറബ്നാ ലിന്നാസി ബിഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറൂൻ ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഐവജിൻ ലഅല്ലഹും യത്തഖൂൻ. ഇതൊരു മനോഹരമായ വാക്കാണ്. എല്ലാ ഉദാഹരണങ്ങളും അല്ലാഹു ഈ ഖുർആനിൽ നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ? ഖുർആനൻ അറബിയൻ, അറബിയായ ഖുർആൻ, ഗൈറ ദീ ഐവജിൻ, ഒരു വളച്ചു കെട്ടില്ല. നിങ്ങളുടെ കൂടെ പറയണേ, ഒരു വളച്ചു കെട്ടില്ലാത്ത വിധം. എന്താണ്? വളരെ എളുപ്പമുള്ളൊരു അറബി. എന്തിനത് അങ്ങനെ തന്ന്? ലഅല്ലക്കും തത്തഖൂൻ, ശുദ്ധമായ അറബിയിൽ ചിന്തിക്കാൻ, ഗ്രഹിക്കാൻ ഇത് എളുപ്പമാക്കി. ഖുർആൻ ഒരു സൂറയിൽ തുടർത്തി ചോദിക്കുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നിങ്ങൾ ആലോചിക്കാൻ അതിനെ എളുപ്പാക്കിയത്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ ആലോചിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ എളുപ്പാ, പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ. ഇറങ്ങി ചെല്ലണം ഖുർആനിലേക്ക്. നമ്മിൽ പലരും ഇന്ന് എന്തിനാ സൂറത്ത് അൽ കഹ്ഫ് ഓതിയിട്ടുണ്ടാവും, യാസീൻ ഓതിയ ആളുകൾ ഉണ്ടാവും, ഖാഫ് ഓതിയ ആളുകൾ ഉണ്ടാവും. വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ ഒരു പതിവ് ഉണ്ടാകലുണ്ട്. നാം വായിച്ചത് സത്യം പറയണമെന്നാണോ, കളവ് പറയരുതെന്നാണോ, നീതി ഉണ്ടാവണമെന്നാണോ, അനീതിക്ക് കൂട്ടുനിൽക്കരുതെന്നാണോ? അല്ലേ? നമുക്കെല്ലാ ആയത്തും ഒരുമാതിരിയാ. കാരണം നമുക്ക് അത്രേ അറിയൂ. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഖുർആൻ. ഞാനിതിനു മുമ്പ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാണ് അള്ളാഹ് പറഞ്ഞത് ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഐവജിൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ ഖുർആൻ കിട്ടി. 38 വയസ്സാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഖദീജ ബീവിക്ക് 55 കഴിഞ്ഞിട്ടുണ്ട്. 10 വയസ്സുള്ള കുട്ടിയാണ് പിന്നെ അലി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെയാണല്ലോ നബിയിൽ ഇങ്ങനെ വിശ്വസിക്കണത്. 30 വയസ്സുള്ള ഉമർ അല്ലെ? എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം, ഖുർആൻ അറബിയൻ. ചിന്തിക്ക് നോക്കട്ടോ, അറബിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ സാധാരണ നമ്മുടെ ആളുകളൊക്കെ പറയാനുള്ളൊരു ഉത്തരം എന്താ അറിയാമോ? അതത് നബിമാരുടെ ഭാഷയിലാണ് ഖുർആൻ തന്നെ ഏതിറങ്ങുക, വേദങ്ങൾ ഇറങ്ങാന്നാണ്. അത് പരിമിതമായ 2% മാത്രമേ ഉത്തരവുള്ളൂ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്താ അറിയോ? ലോകത്ത് അന്ന് സമ്പൂർണ്ണ വളർച്ചയെത്തിയ ഒരേ ഒരു ഭാഷ അറബി മാത്രമേ ഉള്ളൂ. നേരെ പഠിക്കണം. അന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷ അറബി മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കേ, അന്ന് ഭാഷ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അറബി പറയും എന്താ പറയാറ്? ഖുർആൻ മാറ്റി എഴുതണമെന്ന്. 1500 കൊല്ലം മുമ്പുള്ള അറബിയും ഇന്നത്തെ അറബിയും ആസ്വദിച്ചു വായിക്കുന്നത് ഖുർആനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ 100 കൊല്ലം മുമ്പുള്ള മലയാള മനോരമ, അന്നത്തെ ദിനപത്രം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ ഭാഷ ഇന്ന് നമുക്ക് മനസ്സിലാവോ? പണ്ട് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള നോവലുകളും ഡ്രാമകളും നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവോ? അതിന്റെ കൂടെ അതിന്റെ വേറെ ബയാൻ വേണ്ടേ? 50 കൊല്ലം കൊണ്ട് ഒരു ഭാഷ സമ്പൂർണമായി മാറും, മുഴുവൻ മാറും. ഞാൻ പറഞ്ഞുതരാം, അത് പറയാൻ പറ്റുന്ന ഒരു നേരോ സമയമല്ലാത്തതുകൊണ്ടാ. നിങ്ങൾ മലയാളത്തിൽ നമ്മുടെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന ഓരോ ഭാഷ എടുക്കുക. ആ ഭാഷ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കേൾക്കുന്നത് പോലും അലർജി ആയി തോന്നും. ഭാഷ മാറി വന്നു. എങ്കിൽ അറബി നിങ്ങൾ നോക്ക്, നമ്മളും വായിക്കുന്നത് ആസ്വദിച്ചുകൊണ്ടാണ്, അവരും വായിക്കുന്നത് ആസ്വദിച്ചുകൊണ്ടാണ്. മാത്രമല്ല, നമ്മൾക്ക് ഈ അറബിയിലുള്ള അക്ഷരങ്ങളുടെ ക്രമം നിങ്ങൾ നോക്കിയിട്ട് ഘടന ഇങ്ങനെ വെച്ചിട്ട് വലത്തുനിന്ന് ഇങ്ങനെ ഇടത്തോട്ട് ആണ്. അതാണ് മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ. ബോർഡിൽ മാഷ് എഴുതാന്നുണ്ടെങ്കിൽ കാണില്ല എന്ന് പറയുന്ന ഒരൊറ്റ പരാതിയും ഈ ഭാഷയ്ക്ക് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല ടീച്ചറോട്, ടീച്ചറാ എഴുതി കാണില്ല എന്ന് പറയും. അത് ഇവിടുന്ന് അങ്ങോട്ട് എഴുതുമ്പോ ഒരു പ്രശ്നം അതിലുണ്ടാവില്ല.
മാത്രമല്ല ഈ ഊന്നുള്ള അക്ഷരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പാ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ ഒരു വയറ്റിന്റെ ഉള്ളിലൂടെ ഒരു കാളൽ ഇങ്ങനെ വരും. കാരണം അന്ന് 2ാം ക്ലാസ് ആ ടീച്ചർ നുള്ളിയത് ഇങ്ങനെ ഇപ്പോഴും ആ ടീച്ചറെ കാണുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നുള്ള അക്ഷരമൊക്കെ നമ്മൾ മലയാളി ആയതുകൊണ്ട് ഇങ്ങനെ ഇടങ്ങാറായി എഴുതി പഠിച്ചതാ അല്ലേ. ഇതൊക്കെ നിങ്ങൾ നോക്കൊണ്ട് ആയ സമയം അറബിയിൽ ഒരൊറ്റ വരട്ടാ മതി, അതിൽ ആയും ഈ എല്ലാം വന്നു. ആകെ 15 അക്ഷരമുള്ളൂന്ന്. 28 അക്ഷരങ്ങളില് 15 നമ്മൾ പഠിച്ചാൽ സിമ്പിളായി. അത്ര ഒരു വര എങ്ങനെ ഒരു വട്ടം വരച്ചാൽ അതിൽ 14 അക്ഷരങ്ങളെ ഉൾക്കൊള്ളും. ഞാൻ പറഞ്ഞതറിയാം, നീട്ടി പറയല്ല. ആ വര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി സ്കൂൾക്ക് വരുന്നതിന്റെ മുമ്പേ വരട്ട് പഠിച്ചിട്ടാ വരുന്നത് അല്ലേ. ഇനി നിങ്ങൾ ഓരോ വാക്ക് ശ്രദ്ധിച്ചു നോക്കുക. സ്കൂളിന് നമ്മളെന്താ പഠിക്കണ സ്ഥലത്തിന് സ്കൂളാന്നാ പറയെങ്കിൽ, പഠിക്കണവന് സ്റ്റുഡന്റ് എന്ന് പറയാന്നുണ്ടെങ്കിൽ, പഠനത്തിന് ലേണിംഗ് ആണെങ്കിൽ, പഠിപ്പിക്കുന്നവൻ ടീച്ചറാണെങ്കിൽ, ഈ 4 എണ്ണത്തിനും ഒറ്റ വാക്കിൽ ദർസ്, മുദരിസ്, മദ്രസ, ദാരിസ് എല്ലാം ഒറ്റ വാക്കും തന്നെ എല്ലാം ഉണ്ടാക്കാൻ പോവുക. ഇതെന്തിനാ നമുക്ക് അങ്ങനെ ഒരു കെട്ടിക്കൊടുക്കില്ല തന്നത്? നിങ്ങൾ നോക്കില്ല, അറബി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ. ആ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ഒരുപാട് ഇറങ്ങിച്ചെന്ന് നോക്ക്. ഓരോ പദങ്ങളും വേറിട്ട് വേറിട്ട് പഠിക്കണം. കോഴിക്കോട് കാലിക്കറ്റ്, ശരിക്ക് കാലിക്കറ്റ് എന്നുള്ളത് നമ്മൾ ആ സി എന്നിട്ടാൽ ശരിക്ക് സാലി സൂട്ട് എന്ന് വായിക്കണം. പക്ഷെ അങ്ങനെ എന്തേ വന്നത്? സുനാമി എന്ന് എഴുതുമ്പോൾ ആദ്യത്തിലെ ടി എന്തിനാണ്? നോളജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കെ എങ്ങനെ ഔച്ചാരണം? അത് നമ്മൾ ആഴത്തിലേക്ക് പഠിക്കണം. എന്ന് വെച്ചാൽ എത്ര എളുപ്പത്തിലാണ് പടച്ചോൻ ഇതിനെ ലളിതമാക്കി തന്നത്. നമുക്കെല്ലാവർക്കും മനസ്സിലാകാനാ. അതിനല്ല അല്ലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കത് അറിയണ്ടേ? നമ്മുടെ ആരാധനയുടെ ഭാഷയല്ലേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയ്യെട്ടുമ്പോ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലേക്ക് വരണ്ടേ? ഞാൻ ഉറപ്പ് പറയണു, അല്ലാഹു അക്ബർ എന്നുള്ള അർത്ഥം അറിഞ്ഞുകൊണ്ട് കൈയ്യെട്ടിയാല് പിന്നെ പുറത്തിറങ്ങിയിട്ട് നീയാ വലുത് ഞാനാ വലുത് പറഞ്ഞ് തല്ലുണ്ടാവൂല. കാരണം ഈയാണ് വലുത് പടച്ചോനെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പ്രഖ്യാപിച്ച നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങണം. നമസ്കാരത്തിൽ ഓരോ ദുആകളുണ്ട്. ആ ദുആകളുടെ അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലിയോക്കി എന്തൊരു സംതൃപ്തിയാണെന്നറിയോ? ഇപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഒന്നാണല്ലോ റബ്ബി ഗ്ഫിർലി വർഹംനി എന്നുള്ള ഇടയിലിരുത്തം. നിങ്ങൾ നന്ന പോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സറിഞ്ഞ് ആ പ്രാർത്ഥന അർത്ഥറിഞ്ഞ് ചൊല്ലിയിട്ടുണ്ടോ? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. സഹോദരങ്ങളെ, അത് മാത്രം മതി. ജീവിതം എല്ലാം വന്നു. റബ്ബേ ഇത് പൊറുത്തില്ലെങ്കിൽ പിന്നെ ആര് പൊറുക്കാനാ? റബ്ബേ നീ കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ആര് കാണിക്കാനാ? പിന്നെ എനിക്ക് വേറെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വജ്ബുർനി, ആ വാക്ക് പറഞ്ഞാൽ തീരൂലട്ടോ. അല്ലാഹുവേ എനിക്കൊരുപാട് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. നോക്കി ഈ ഇരിക്കണം നമുക്കൊക്കെ കുറവില്ലേ അല്ലേ? ആർക്കാ കുറവില്ലാത്തത്? അല്ലാഹുവേ എന്റെ ന്യൂനത നീ എനിക്ക് പരിഹരിച്ചു തരണമേ. വർഫഅനി, എനിക്ക് ഔന്നിത്യം തരണമേ. വർസുഖ്നി, അല്ലാഹുവേ റിസ്ക് തരണേ. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് തരണേ. വആഫിനി, എനിക്ക് ആഫിയത്ത് തരണേ. എത്ര നേരമാണത് ചെല്ലാൻ അല്ലെ? മനസ്സ് ഭാഷ അറിയണ്ടേ? എന്താ ഈ ചെല്ലണമെന്ന് കൽബ് കിട്ടണ്ടേ? നിങ്ങൾ നോക്ക്, ഖുർആനിനെതിരെ എന്തെല്ലാം സംസാരങ്ങൾ നാട്ടിൽ കേൾക്കുന്നു. നമ്മള് ഖുർആനിനെതിരെ സംസാരിക്കുന്നത് പോലെ ലോകത്തൊരു വേദഗ്രന്ഥത്തെയും ഇത്ര അപഗ്രഥിക്കുന്നത് ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരാൾ പറഞ്ഞില്ലേ, ആളുകളൊക്കെ, ഞാൻ പറയുന്നത് ആളുകളൊക്കെ പ്രശസ്തരാവാൻ ചെയ്യുന്നത് എന്തറിയോ? മുസ്ലിമീങ്ങളെ വേദഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങോട്ട് ഒന്നുകൊണ്ട് പറഞ്ഞാൽ ആള് പ്രശസ്തനായി. ഒരാൾ ചോദിച്ചില്ല എത്ര നന്മകൾ, ഒരൊറ്റ നന്മ ഖുർആൻ എന്ന് പറഞ്ഞു തരാനുണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചത് അല്ലേ? ഒന്നോ? ഖുർആൻ എന്താ? നിങ്ങൾ ഖുർആന്റെ ശരിക്കുള്ളതിന്റെ ആ ഫിഹ്റസ്ത് ഒന്ന് വായിക്കണം. 1000 നന്മകൾ, 1000 ഉപദേശങ്ങൾ, 1000 കൽപ്പനകൾ, 1000 വിരോധങ്ങൾ. അങ്ങനെ ഒക്കെ ഭയങ്കര രസമല്ലത്. അള്ളാന്റെ റസൂല് പഠിച്ചതല്ലത് അല്ലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മനോഹരമാണത്. എങ്കിൽ ഖുർആനിൽ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നമുക്കും തോന്നാണ് ശരി തന്നെയാണ്, ഖുർആനിലൊന്നുമില്ലല്ലേ, നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. കാരണം നമ്മളിത് ഇങ്ങനെ വായിക്കുമ്പോൾ അയാൾ എന്ത് പൊട്ടത്തരാ പറയണത്, എത്ര വേണം ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിനൊരു ഹാലിമിനെ തെരഞ്ഞുകൊണ്ടല്ലോ.
ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് നമുക്കൊക്കെ തോന്നണ്ടേ? അതിന് എല്ലാ നന്മകളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നിടത്താണെന്നുള്ളത് ഒരു പരാമർശങ്ങൾ നമുക്ക് മനസ്സിൽ കൂടി ഓടി വരണ്ടേ? നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മുടെ മക്കളാരും മോശക്കാരല്ല, നമ്മുടെ മക്കളാരും മോശക്കാരല്ല. അൽഹംദുലില്ലാ. അവരുടെ മികവുകളൊക്കെ പലയിടത്തും കാണുമ്പോ നമുക്കിങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ സന്തോഷങ്ങൾ ഇങ്ങനെ വരും. വളരെ മനോഹരമാണ്. പക്ഷേ ഖുർആനുമായി അവരുടെ ബന്ധം എത്രയാണ്? അവരുടെ ജീവിത വഴിയില് വെളിച്ചമായി ഖുർആൻ നമ്മൾ കൊടുക്കണ്ടേ? ഒരായുസ് അല്ലാഹു തന്നു. ആ മക്കൾക്ക് ഖുർആൻ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ദീന് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാത്തത് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാവും. നിസ്കാരം ഉണ്ടായതുകൊണ്ട് ദീന് നിലനിൽക്കൂല കേട്ടോ, ഞാൻ നേരെ പറഞ്ഞുതരാം. നിസ്കാരം ഉണ്ടായതുകൊണ്ട് മാത്രം ദീന് നിലനിൽക്കൂല. ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു നേരം നമസ്കരിക്കുന്നതിന്റെ ഒരു 100 ഇരട്ടി ഈമാൻ വേണ്ടി വരും. ചില ഭാഗത്തു നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമസ്കരിക്കുന്നതിന്റെ ഒരു 50-100 ഇരട്ടി ഈമാൻ ഉണ്ടെങ്കിൽ ചില ഭാഗത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മളെന്താ സൂചിപ്പിക്കുന്നത്? അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദീന് സമ്പൂർണമായി നിലനിൽക്കണമെങ്കിൽ ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ പോകണം. എനിക്ക് തോന്നൽ ഒറ്റ വാക്കുകൂടി പറയാണ് ഞാന്, നമ്മൾ ഒഴിവാക്കിയ ഖുർആൻ. എല്ലാ രംഗത്തും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവും. നിങ്ങൾ ഖുർആൻ എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിക്കുക ചെയ്യണ്ടെങ്കിൽ അവിടെ നമ്മുടെ സാന്നിധ്യം എന്ന് വെച്ചാൽ എനിക്ക് അതിനൊന്നും നേരം കിട്ടലില്ല എന്നാണ് പറയുള്ളത്. നമ്മൾ ഒഴിവാക്കിയ ഖുർആൻ. അങ്ങനത്തെ ഒരു വേദന നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭാഷയും പഠിക്കണം, മക്കളെ ഭാഷയും പഠിപ്പിക്കണം. ഖുർആനിലൂടെ മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കണം. ഈ ലോകം വിട്ടു പിരിയുമ്പോൾ സമാധാനത്തോടെ നമുക്ക് പോകാൻ കഴിയണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് നമുക്കൊരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ക്രൂരതയുടെ വർത്തമാനങ്ങൾ കേൾക്കുന്നു. നിരന്തരം നിരവധി മരണങ്ങളുടെ വാർത്തകൾ കേൾക്കുന്നു, അപകടങ്ങളുടെ വാർത്തകൾ കേൾക്കുന്നു, കുടുംബ കലഹങ്ങൾ, അല്ലേ? എത്ര സ്വസ്ഥതയില്ലാതെ കഴിയുന്ന എത്രയെത്ര കുടുംബങ്ങൾ. ചില വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ തളർന്നു പോകുട്ടോ. കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നടുറോട്ടിലിട്ട് എത്ര ദമ്പതികളുടെ മരണങ്ങൾ നമ്മൾ കാണാം. അതെന്തിനങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ചില സമയങ്ങളിലൊക്കെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി പോകുന്നൊരവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് 2 പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. എന്നും പറയണ മാതിരിയല്ല, നിങ്ങളിത് കേൾക്കുന്നത് അത് കേട്ടങ്ങനെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നന്നായി പ്രാർത്ഥിക്കണം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ ഖദ്രി യാ അല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ വിധി, എൻ്റെ ഖദർ മോശമായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മുടെ ഖദർ, അള്ള വെച്ച ഖദർ ഉണ്ടല്ലോ, അതിങ്ങനെ പ്രയാസകരമായി തീരുന്നൊരു ഖദറായി തീരാതിരിക്കാൻ റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഒന്ന് മനസ്സിൽ പറയണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ ഖദ്രി യാ അല്ലാഹ്. രണ്ടാമത്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി. റബ്ബേ, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന എല്ലാതരം ഫിത്നകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മൾക്ക് നന്നായിട്ട് ഈ പ്രാർത്ഥനകൾ നടത്തണം. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്ത് തന്നെയാണ്. ഈ സാഹചര്യം പലതും ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു തിക്കുമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അള്ളാഹുവാണ് നമ്മുടെ അവലംബം, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ ഖദ്രി യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി യാ അല്ലാഹ്.
നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം, അള്ളാഹുവിലേക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് രാവിലെ ഇറങ്ങുമ്പോൾ പടച്ചൊല്ലി ഏൽപ്പിച്ച് സമാധാനത്തിൽ ഇറങ്ങുന്ന ഒരു മാനസികാവസ്ഥയും കർമ്മങ്ങൾ ഉണ്ടാവണം. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. ഞാൻ സൂചിപ്പിച്ചത് ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ വെളിച്ചത്തിലൂടെ നടക്കാൻ ഒരു ഒരുക്കം എപ്പോഴും ഉണ്ടാവണം. ഖുർആനുമായുള്ള ഈ ഭാഷയുമായുള്ള ബന്ധം ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനയോടെ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന വന്നു പോയിട്ടുള്ളതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കവയൊക്കെ പുറത്തു തരികയും വരാനിരിക്കുന്നവയിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തവൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവര് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരാണെങ്കിൽ മാഫിറത്തും മർഹമത്തും നൽകി അവൻ തുണക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് പടച്ചവൻ നമുക്ക് സന്തോഷമുള്ള സാഹചര്യം തന്ന് അവസ്ഥ തന്നവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ, നാടിനെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കടം കൊണ്ട്, രോഗം കൊണ്ട്, വേറെ മറ്റു നിലക്കുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടൊക്കെ വേദനിക്കുന്ന എല്ലാവരെയും അള്ളാഹു അവന്റെ ആഫിയത്ത് തന്ന് സന്തോഷം തന്ന് അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم حسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخرة. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.